ഹായ് ഗൈസ്. അപ്പോൾ ഡേ 3 കഴിഞ്ഞു. എൻ്റെ പനിയൊക്കെ മാറിയപ്പോൾ ഏകദേശം. അപ്പോൾ ഡേ 4 ആണെന്ന്. ഡേ 4 കഴിഞ്ഞിട്ടില്ല. ഇപ്പം സമയം ഓൾമോസ്റ്റ് 11:15 ഐ മീൻ 11:15. എൻ്റെ പഠനം കുറച്ചുകൂടി ഞാൻ ഫുള്ളാക്കിയില്ല. അന്ന് ഞാൻ മാത്സ് ഡിറ്റർമിനൻസും മെട്രിക്സും ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഞാൻ കുറേ പെൻഡിങ് ഉണ്ടായതുകൊണ്ട് CS ഒന്ന് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് ഇന്ന് ഞാൻ CS 2 ചാപ്റ്റർ തീർക്കാനാണ് പ്ലാന്. അതാണ് ഡേ 4ൻ്റെ അപ്ഡേറ്റ്. ഇപ്പോൾ തീർത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പരീക്ഷൻ്റെ ഒരു ഏകദേശം കുറച്ചൊരു 2 ആഴ്ച ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും പരീക്ഷൻ്റെ ടൈം ടേബിൾ വരിക. അങ്ങനെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 14-ാം തീയതിയാണ് ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ സയൻസിലായതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 17-ാം തീയതിയാണ്. 17-ാം തീയതി ലാംഗ്വേജ് പറയുന്നത് ഞാൻ മലയാളമാണ്. അപ്പോൾ മലയാളവും കെമിസ്ട്രിയും 17-ാം തീയതി തന്നെ സ്റ്റാർട്ടിങ്. മലയാളവും കെമിസ്ട്രിയും. പിന്നെ 18-ാം തീയതി മാത്സ്, 19-ാം തീയതി ഫിസിക്സും CS-ഉം, 20-ാം തീയതി പിന്നെ ഇംഗ്ലീഷും. പിന്നെ അതുപോലെ തന്നെ 17-ാം തീയതിക്ക് നീട്ടി. അപ്പോൾ 7 ദിവസം എക്സ്ട്രാ കിട്ടി എനിക്ക്. കാരണം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നത് ഒരു 10-ാം തീയതിക്കത്തെ വെച്ചിട്ടായിരുന്നു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പ്ലാന് പിന്നെ അടുത്ത 7 ദിവസം ഞാൻ എങ്ങനെയായിരിക്കും പഠിക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു ലിസ്റ്റും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഡേ 1 തെറ്റി, പനി. ഇവിടുത്തും തെറ്റി, ഇതും തെറ്റി. കാരണം അതൊക്കെ പനിയായിരുന്നു. ഇതും പിന്നെ തെറ്റി. കാരണം മാത്സ് ഞാൻ നോക്കില്ല, ഞാൻ CS ആണ് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ തിരുത്താൻ വേണ്ടി ഞാൻ 30-ാം തീയതി നാളെ മാത്സ് ഡിറ്റർമിനൻസും മെട്രൈസസും തീർക്കും. പിന്നെ 31-ാം തീയതി ഇലക്ട്രിക് ഫീൽഡ്സും സൊല്യൂഷൻസും തീർക്കും. പിന്നെ 1-ാം തീയതി ഇലക്ട്രോ കെമിസ്ട്രി തീർക്കും. 2-ാം തീയതി മാത്സിലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും 3-ാം തീയതി CS-ൽ വീണ്ടും 2-ാമത്തെ ചാപ്റ്റർ തീർക്കും. അതോടുകൂടെ തന്നെ CS-ൻ്റെ സിലബസ് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നിപ്പോൾ 2 ചാപ്റ്റർ തീർക്കാനാണ് പ്ലാന് CS-ൻ്റെ. 4-ാം തീയതി ഞാൻ മലയാളം 2 ചാപ്റ്റർ തീർക്കും. 5-ാം തീയതി ഞാൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തീർക്കും. ബാക്കിയുള്ളത് ഞാൻ ഇതുവരെ എങ്ങനെയാണ് എൻ്റെ സ്ഥിതി അതിനനുസരിച്ച് ഞാൻ ബാക്കിയുള്ളത് പ്ലാൻ ചെയ്യും. ഇതുവരെ നോക്കിയിട്ട് ഞാനിപ്പോൾ ഇന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പോൾ 5 ദിവസമായി എനിക്ക് നല്ലൊരു പനിയിന്, ചെറിയൊരു വൈറൽ പനി ഉണ്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. വൈറൽ പനിയാണ് പറഞ്ഞു. അതേ ഉള്ളൂ. അതിന് ഗുളികയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് പനി. ഇന്നലെയൊക്കെ ഭയങ്കര പനിയായിട്ട് എനിക്ക് ഈ CS പഠിക്കാനൊന്നും കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ CS എടുത്തു. അതുള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഇത് വന്നു, ടൈം ടേബിൾ വന്നു. അതിൻ്റെ ചെറിയൊരു വീഡിയോയും ഇതുപോലെ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ. അതാണ്. ഇനി മുതൽ കുറച്ച് സീരിയസ് ആണ്. 30-ാം തീയതി, 31, 1, 2, 3, 4, 5 ഈ ഒരു ദിവസം മൊത്തം കൺസിസ്റ്റൻ്റായിട്ട് പോകണം. ഇലക്ട്രിക് ഫീൽഡ്സ്, സൊല്യൂഷൻസ് ഇതൊന്നും ഞാൻ തീർത്തിട്ടില്ല ആക്ച്വലി. സൊല്യൂഷൻസിൻ്റെ പറ്റി എനിക്ക് കുറച്ചൊക്കെ അറിയാം. മറ്റേ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് സുഖമായിട്ട് അറിയാം. പക്ഷേ അതിന് മുമ്പുള്ള ശേഷമൊന്നും അറിയില്ല. ഇലക്ട്രിക് ഫീൽഡ്സ് കുളംസ് ലോ വരെ മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ളത് ആ ഡെറിവേഷൻ മുതലിച്ച് പോയിക്കണം. CS ഞാൻ പഠിച്ച് തുടങ്ങണുള്ളൂ. ഓക്കെ, അത് സിമ്പിളായിട്ട് എനിക്ക് പണ്ടേ സിമ്പിളാണ് CS. ഓക്കെ, അതൊക്കെ മേക്കപ്പ് ചെയ്യാം. ദാറ്റ്സ് ഓൾ.